ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എഡ്യുവാലറ്റ് 2.0. +2 സയൻസിലെ എഡ്യുവാലറ്റിലെ സയൻസ് ബാച്ചുകാർക്ക് വേണ്ട ഒരു 7 ഡേയ്സിന്റെ ഒരു സ്റ്റഡി പ്ലാൻ ഇട്ടിരുന്നു. അത് കണ്ടപ്പോൾ തുടങ്ങിയതാണ് നമ്മുടെ കൊമേഴ്സ് കുട്ടികൾക്ക് മെസ്സേജ്. മിസ്സിന് ഇങ്ങനെ മെസ്സേജ് അയക്കാണ്, മിസ് സ്റ്റഡി പ്ലാൻ ചെയ്യൂ, 7 ഡേയ്സ് 1 വീക്ക്. ഇനി പഠിച്ചാൽ എങ്ങനെ പഠിച്ചാൽ എന്തൊക്കെ പഠിക്കണം, എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ ഇതുവരെ തുടങ്ങിയിട്ട് പോലും ഇല്ല, ടെൻഷൻ ആവുന്നുണ്ട് എന്നൊക്കെ കേട്ട് ഒരുപാട് കുട്ടികളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ ഒരു വീഡിയോ. മിസ് 7 ഡേയ്സ് ഒന്നല്ല കേട്ടോ, അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എത്ര ദിവസമാണെന്ന് ഇപ്പോഴേ പറയുന്നില്ല, നമുക്ക് വീഡിയോ കംപ്ലീറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മിസ് എങ്ങനെയാണ്, എത്ര ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് ഇട്ടിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ മിസ് പറയുന്നത് പോലെയൊക്കെ നടക്കുമോ എന്നും സംശയമുള്ളവരൊക്കെ ഉണ്ടാവും. അവർക്ക് ആദ്യം പറയട്ടെ, ഇനി പഠിച്ചാൽ എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്നുള്ള വീഡിയോ ആണിത്. അല്ലാതെ 1 വീക്ക് അല്ലെങ്കിൽ 2 ഡേയ്സ് 3 ഡേയ്സ് എന്നൊന്നല്ല. ഇനി പഠിച്ചപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എപ്പം മുതൽ കണ്ടു തുടങ്ങുന്നു. അപ്പോൾ കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ നോട്ടിഫിക്കേഷൻ വഴി അപ്പം തന്നെ കാണുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞ ആ ഒരു സ്പോട്ട് മുതൽ, ആ ഒരു ടൈം മുതൽ നിങ്ങൾ പഠിക്കണം. അതാണ് മിസ്സിൻ്റെ ഒരു ഇത്. കാരണം ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെ പഠിക്കണമെന്നും എന്തൊക്കെ പഠിക്കണം എന്നും ഇനി പഠിച്ചാൽ എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. പിന്നെ മാത്രമല്ല, ഇനി നമുക്ക് നല്ല ചൂട് പിടിച്ച സമയമാണ്. പ്രാക്ടിക്കൽസ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളിലും കഴിഞ്ഞു തുടങ്ങി. എല്ലാ സ്കൂളുകളും പ്രാക്ടിക്കൽസ് എല്ലാം ഓവറായി. നമുക്കിനി പഠിത്തം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ 2 ഡേയ്സ് 3 ഡേയ്സ് എന്നൊന്നല്ല, നമുക്കിതിൽ 2 മന്ത്സ്, മാർച്ച് ലാസ്റ്റ് വരെയും 24, 26 വരെയും നമ്മൾ നല്ല പോലെ പഠിക്കണം. അതിൻ്റെ ഒരു ട്രയൽ എക്സാം ആണ് മോഡൽ എക്സാം. മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ട്രയൽ ആണ്. അതിൻ്റെ മോഡലുകളൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഫൈനലിൽ നമുക്ക് കിട്ടുക. 2 വർഷം നിങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് ആണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ മൈൻഡിൽ ഉണ്ടായിരിക്കുക. നമുക്ക് സ്റ്റഡി പ്ലാനിലേക്ക് കടക്കാം. അതിനു മുന്നേ നമ്മളൊരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിനെ ഓൾമോസ്റ്റ് ചാപ്റ്റേഴ്സ് ഒരു 75% ഒക്കെയാണ്. ഇനി നമ്മളതിൽ PYQ സെക്ഷനൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ മാസത്തോടു കൂടി, നിങ്ങൾ മോഡൽ എക്സാം കഴിയുന്നതോടുകൂടി നമ്മുടെ ക്രാഷ് ബാച്ച് ക്ലോസ് ചെയ്യും. അഡ്മിഷൻ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഇപ്പോഴും ചാപ്റ്റർ വൈസുകൾ ഒന്നും അറിയുന്നില്ല, ഒറ്റ ചാപ്റ്റർ വൈസ് അറിയുന്നില്ല, മീൻസ് ഓർമ്മയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബാച്ചിൽ ജോയിൻ ചെയ്യാം. കഴിഞ്ഞ കംപ്ലീറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇപ്പം മിസ് ഓരോ ടോപ്പിക്ക് പറയുമ്പോൾ ഈ ടോപ്പിക്കൊക്കെ എന്താണെന്ന് പോലും അറിയാത്ത കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ആ ക്രാഷ് ബാച്ച് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ക്രാഷ് ബാച്ചിന്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ മിസ്സിന്റെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. ഇതിലൊന്ന് കോൺടാക്ട് ചെയ്യുക, 7907664613. ചാപ്റ്റർ വൈസ് പഠിച്ചു തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ ഒരു ബാച്ച് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മിസ് ഇവിടെ തുടക്കത്തിൽ എഴുതിയിരിക്കുന്നത് February 11th നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. February 11 നിങ്ങളൊരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നൊരു കാര്യം പറയട്ടെ. മിസ് പറയുന്നത് പോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. നല്ല മാർക്ക്, ടെൻഷൻ ഇല്ലാതെ എക്സാം എഴുതാം, മോഡൽ എക്സാം. പിന്നെ ഒരിക്കലും കേൾക്കാത്ത കുറേ ടോപ്പിക്കുകളൊക്കെ ആയിട്ട് മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ പിടിച്ചിരിക്കണോ ടെൻഷൻ അടിച്ചിട്ട്, ആ ഒരു രീതി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ വേറൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ കഷ്ടപ്പെടാൻ തയ്യാറായിരിക്കണം. ചിലപ്പോൾ 3 ഡേയ്സ് 5 ഡേയ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ സ്റ്റഡി പ്ലാൻ. ആ സമയങ്ങളിൽ നിങ്ങൾ എല്ലാം മാറ്റി നിർത്തും. 3-4 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഫങ്ഷൻസ്, പൂരം, പെരുന്നാൾ, ഫംഗ്ഷൻസിൽ നിങ്ങൾ പങ്കെടുക്കണ്ട. നിങ്ങളുടെ ഭാവി കരിയർ സെറ്റാക്കാനുള്ള ഒരു ദിവസമായിട്ട് കണക്കാക്കുക. നേരത്തെ എഴുന്നേൽക്കുക. ഒരു 3 ദിവസം അല്ലേ, 4 ദിവസം അല്ലെങ്കിൽ 1 വീക്ക് എന്ന് വെച്ചാൽ നേരത്തെ എഴുന്നേൽക്കുക. 5 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. മോർണിംഗ് സെക്ഷനിൽ മിസ് ഇട്ടിരിക്കുന്ന സബ്ജക്റ്റ് ഏതാണെന്നറിയോ? എല്ലാ ദിവസവും മോർണിംഗ് സബ്ജക്റ്റ് അക്കൗണ്ടൻസി ആയിരിക്കണം. മോർണിംഗ് സബ്ജക്റ്റ് മോർണിംഗ് 5 to 8, 5 മണിക്ക് എഴുന്നേൽക്കുക. ജസ്റ്റ് വാഷ് ഓഫ് യുവർ ഫേസ് ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഫ്രഷപ്പ് ആവുക. അപ്പം തന്നെ ഒരു വാമപ്പ് ആയിട്ട് എന്ത് ചെയ്യുക, അക്കൗണ്ടൻസി എടുക്കുക. ഫസ്റ്റത്തെ ചാപ്റ്റർ 2 ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. അവിടെ നിങ്ങൾ ചാപ്റ്റർ 2 പഠിക്കുമ്പോൾ തിയറിയും അതിലെ പ്രോബ്ലംസും അതിലെ ജേർണൽ എൻട്രി ഇത് 3ഉം കവർ ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ പാഠം കഴിഞ്ഞെന്ന് പറയാൻ പറ്റുള്ളൂ. തിയറി എന്ന് പറയുമ്പോൾ ഇപ്പൊ ചാപ്റ്റർ 2 ഒന്നും അറിയാത്തവർക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്കാണെങ്കിൽ അറിയാൻ സാധിക്കും. അതിൽ കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡിഫറൻസസുകൾ ഉണ്ട്. എന്താ പറയാ, നമുക്ക് 8 മാർക്കിന്റെ റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ഒരു വലിയൊരു പ്രോബ്ലം തന്നെയുണ്ട്. ഗുഡ് വിൽ കാൽക്കുലേഷൻ ഉണ്ട്, സാക്രിഫൈസിംഗ് റേഷ്യോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രോബ്ലംസും ഉണ്ട്. അതെല്ലാം നിങ്ങളൊരു 3 മണിക്കൂറിലേ പഠിക്കാൻ പാടുള്ളൂ. അതിന് കൂടുതലും എടുക്കാൻ പാടില്ല, കുറവ് എടുക്കാൻ പാടില്ല. ആ 3 മണിക്കൂർ യു ഷുഡ് സ്റ്റഡി ദ അക്കൗണ്ടൻസി ചാപ്റ്റർ 2 ഓൺലി. അല്ലാതെ വേറെ സബ്ജക്റ്റുകൾ ആലോചിക്കാൻ ഒന്നിനും പോകാൻ പാടില്ല.
ഒരു മോർണിംഗ് 1 hour മിസ്സോടെ കൊടുക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് രാവിലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് 9 to 11:30 നമ്മൾ സെക്കൻഡ് സബ്ജക്ട് അടുത്ത ഇമ്പോർട്ടൻറ്റ് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് നിങ്ങൾ പഠിക്കുന്നത് മൈക്രോയിലെ 2ാം പാഠവും 3ാം പാഠമാണ്. അതിലും കർവുകളും 8 മാർക്കിന്റെ എസ് എ പ്രോബ്ലംസും 8 മാർക്കിന്റെ എസ് എ ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും ഉണ്ട്. ഇത് 3ഉം കവർ ചെയ്താൽ മാത്രമേ ആ 2 പാഠം കഴിയുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇപ്പൊ 9 മണി തുടങ്ങി ഒരു 11:30 വരെ എന്ന് പറയുമ്പോൾ നമുക്കൊരു 2.5 മണിക്കൂറാണ്. 10-11:30 ആ 2.5 മണിക്കൂറിൽ എങ്ങനെ മിസ് 2-3 കഴിയും, ഷുവർ ആയിട്ടും കഴിയും. ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻസ് പഠിക്കാം. ഓൺലി ദ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻറ്റ് ഫോക്കസ് ഏരിയ, PYQ സെക്ഷൻ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നിങ്ങൾ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ടത്. അതും അറിയില്ലെങ്കിൽ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് അത് കിട്ടും കേട്ടോ. ഓരോ ചാപ്റ്ററും പഠിക്കുമ്പോൾ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളാണ്. അപ്പം മിസ്സിന്റെ സ്റ്റുഡൻസ് എന്ത് ചെയ്താൽ മതി, നിങ്ങളിപ്പോൾ 2ാം പാഠം 3ാം പാഠം പഠിക്കുമ്പോൾ മിസ്സിന്റെ ക്ലാസ് കാണാം. അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. അത് കഴിഞ്ഞ് നമ്മളൊരു ഉച്ചയ്ക്ക് കുറച്ച് സമയം അവിടെ കൊടുക്കുന്നുണ്ട്. 11:30 to 2 o'clock വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഫ്രഷ് അപ്പ് ആവാം. അതായത് നിങ്ങൾക്ക് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കുക, 1/2 മണിക്കൂറൊക്കെ കിടന്നുറങ്ങാം. അല്ലാതെ നമ്മൾ മൊബൈൽ ഫോൺ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം പോകുന്നതേ അറിയില്ല. അതിനുശേഷം 2 to 4 നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സോ മാത്സോ എന്ത് വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം. ഓപ്ഷണൽ സബ്ജക്ട് പൊളിറ്റിക്സോ എന്തും. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കുട്ടികൾ 4, 5, 6 പഠിക്കേണ്ട ചാപ്റ്റർ. വെബ് ഹോസ്റ്റിംഗ്, വെബ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ആ പാഠങ്ങളാണ്. അത് 3ഉം നമുക്ക് കമ്പൈൻ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന പാഠങ്ങളാണ്. സോ 4, 5, 6 പഠിക്കുക. ബാക്കിയുള്ള സബ്ജക്റ്റുകളും നിങ്ങൾ അങ്ങനെ ചെയ്യാം. അതായത് കമ്പൈൻ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന 3 പാഠങ്ങൾ എടുക്കുക. ഇപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ടാഗും യൂസും ഫോർമാറ്റും എല്ലാം കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതോടെ കഴിഞ്ഞെന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു മണിക്കൂർ മാത്രം എടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ 2 to 4 എൻ്റെ 4 മണിയാകുമ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞില്ല വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യരുത്. അവിടെ സ്റ്റോപ്പ് ചെയ്ത് അടുത്ത സബ്ജക്റ്റ് എടുത്തോണം. അതായത് 4 മണിയായ സബ്ജക്ട് നിർത്തുക. എന്നിട്ട് നമ്മൾ 6 മണി മുതൽ ബിസിനസ് സ്റ്റഡീസ് പഠിക്കുക. നോക്കിയാൽ 4 മണിക്കൂറാണ് കേട്ടോ ഫസ്റ്റ് ഡേ ഇട്ടിരിക്കുന്നത്. 6 to 10, 7, 8, 9, 4 മണിക്കൂർ കൊണ്ട് നിങ്ങൾ 3 പാഠം പഠിച്ചു കഴിയണം. ഇതില് 8ാം പാഠവും അതുപോലെ തന്നെ കൺസ്യൂമറിന്റെ പാഠമാണ്. ഇതിൽ 10ാം പാഠം നമുക്ക് പരീക്ഷയ്ക്കില്ല, അത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ്. 10ാം പാഠത്തിന് ഞാൻ മിസ് ചെയ്തിരുന്നതാണ് 10ാം പാഠം മാർക്കറ്റിംഗ്. ഇതില് കൺട്രോളിങ്ങും കൺസ്യൂമർ പ്രൊട്ടക്ഷനും വളരെ ചെറിയ പാഠമാണ്. 3-4 ടോപ്പിക്കുകൾ മാത്രം ഇന്ന് പഠിച്ചാൽ മതി. നമ്മൾ ക്രാഷ് ബാച്ചിൽ തന്നെയാണ് പറഞ്ഞത്, ആ പാഠത്തിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം മതി. അനാവശ്യമായിട്ട് സമയം കളയാനും ഒന്നിനും നിങ്ങൾ പോകണ്ട. ആവശ്യമുള്ളത് മാത്രം പഠിച്ച് മാർക്കറ്റിംഗിലേക്ക് ചാടാം. മാർക്കറ്റിംഗ് മാത്രമാണ് ഒരു ലെങ്തി ചാപ്റ്റർ. അവിടെ എല്ലാം ടോപ്പിക്കും നമുക്ക് കവർ ചെയ്യാനായിട്ടുണ്ട്. ഇതില് ഇപ്പൊ നിങ്ങളിപ്പോ 4 സബ്ജക്റ്റോളം കണ്ടാൽ നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും കഴിഞ്ഞ് 4 സബ്ജക്റ്റ് കഴിഞ്ഞ് നൈറ്റ് സെക്ഷൻ ഉണ്ടല്ലോ, ഒരു മണിക്കൂർ നിങ്ങൾ ഇന്ന് പഠിച്ചതൊക്കെ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാന്ന് ചെയ്ത് നോക്കാനല്ല, ഒന്ന് ആലോചിക്കുക. ഞാൻ ഇന്ന് 2ാം പാഠത്തിൽ എന്തൊക്കെ പഠിച്ചത് എനിക്ക് കിട്ടുന്നുണ്ടോ, എക്കണോമിക്സിൽ ഞാൻ ഇതൊക്കെ കിട്ടുന്നുണ്ടോ, നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഡേ നിങ്ങൾ എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തു 4 സബ്ജക്റ്റുകൾ എന്ന് ആലോചിക്കാം. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു. ഇപ്പോഴെന്നെ നിങ്ങളിത് കേൾക്കുമ്പോൾ തല കറങ്ങുന്ന കുട്ടികളുണ്ടാവും, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത്. യു ഷുഡ് ഡു. നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ അടുത്ത ദിവസത്തേക്ക് കടന്നു. ഫെബ്രുവരി 12-ാം തീയതി എഗെയിൻ നമ്മൾ 5 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തു. മോർണിംഗ് സെക്ഷൻ എഗെയിൻ നമ്മൾ അക്കൗണ്ടൻസി സബ്ജക്റ്റ് തന്നെയാണ് എടുക്കുന്നത്. ഇവിടെ നിങ്ങൾ 2 പാഠം കവർ ചെയ്യണം. 1ാം പാഠവും 3ാം പാഠം. 1ാം പാഠം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ലെങ്ത് ആണ്. 3ാം പാഠത്തിൽ 2 പ്രോബ്ലംസ് ഒക്കെ പഠിക്കേണ്ടുള്ളൂ. ഒരു ലോൺ അക്കൗണ്ട്, ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഗെയിനിങ് റേഷ്യോ ഒക്കെ സിമ്പിൾ ആണ്. അവിടെ നിങ്ങൾ 3ാം പാഠത്തിൽ കൂടുതൽ പഠിക്കുന്നത് ജേർണൽസ് ആണ്. പ്രോബ്ലംസ്, ഇത് കർവുകളല്ല കേട്ടോ, പ്രോബ്ലംസും അക്കൗണ്ടൻസി തന്നെയാണ്. 1, 2-ലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കാനുള്ളത്. അത് കഴിഞ്ഞ് നമുക്കിതാ 9:30 വരെ സമയം കൊടുത്തിട്ടുള്ളൂ. 6:30, 7:30, 8:30, 9:30, 4 മണിക്കൂറുണ്ട്. ഈ 4 മണിക്കൂർ നിങ്ങൾ അവിടെ പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? പ്രോബ്ലംസ് ചെയ്യണം, ജേർണൽസ് പഠിക്കണം, തിയറീസ് പഠിക്കണം. അല്ലാതെ നമുക്ക് പിന്നെ ഈ പ്രോബ്ലംസ് ഒരെണ്ണം പിടിച്ച് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. മാക്സിമം സമയം എടുത്ത് ഒരു ചൂട് വേണം നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. ഇത് കഴിയണം, എനിക്ക് ഇത്ര സമയമുള്ളൂ, അതായത് 9:30 വരെ അക്കൗണ്ട്സ് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നിയാൽ അവിടെ നിർത്തുക. എന്നിട്ട് ഒരു 10 o'clock, ഒരു ½ an hour നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം. 10 o'clock മുതൽ 12:30 വരെ മാക്രോ ഇക്കണോമിക്സിലെ 2ാം പാഠവും 3ാം പാഠം അത്യാവശ്യം ലെങ്തി പാഠമാണ്. 2ഉം 3ഉം മാക്രോയിൽ 2ഉം 3ഉം അത്യാവശ്യം ലെങ്തി പാഠമാണ്. 3ാം പാഠം കംപ്ലീറ്റ് തിയറിയാണ്. 2ാം പാഠത്തിലെ ഇക്വേഷൻസ് നിങ്ങൾ ഒഴിവാക്കാം. ഇക്വേഷൻസ് ഒഴിവാക്കിയിട്ട് നാഷണൽ ഇൻകം അക്കൗണ്ടിന്റെ തിയറീസും പിന്നെ അവിടെ 2 പ്രോബ്ലംസ് ഉണ്ട്, GDP ഡിഫ്ലേറ്റർ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ്, അതൊക്കെ കവർ ചെയ്യണം. 8 മാർക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന 2 പാഠങ്ങളാണ് മാക്രോയിൽ 2ഉം 3ഉം. നല്ല പോലെ പഠിക്കാം. പിന്നെ എക്സ്പ്ലനേഷൻ ഉണ്ടാക്കി എഴുതിയാൽ മതി. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഹെഡിങ്സുകളും ഇമ്പോർട്ടൻസും പഠിച്ചാൽ മതി. ഈ സമയം കൊണ്ട് എങ്ങനെയാണ് മിസ് മൊത്തം പാഠം കഴിക്കുക ആവശ്യമുള്ളത്. ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻസ് കാണാത്ത കുട്ടികളുടെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്ന എക്കണോമിക്സിന്റെ മാക്രോയുടെ മൈക്രോയുടെയും അത് പോയി കണ്ട അവിടെ ഇമ്പോർട്ടൻസ് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് 2 to 4 വരെ ഇവിടെ നമുക്ക് 1.5 an hour അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അത് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. 2 to 4 വരെ അഗൈൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നമ്മൾ പിന്നെയും പഠിക്കുന്നു. ചാപ്റ്റർ 7, 8, 9 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 3 പാഠം 4 പാഠമൊക്കെ മിസ് 1-2 മണിക്കൂറിന് ഇടാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് വല്ലാതെ ഓവറായിട്ടൊന്നും എക്സ്പ്ലനേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല.
ഓരോ ലൈന് DBMS, അഡ്വാൻറ്റേജസ്, RDBMS, ജാവാസ്ക്രിപ്റ്റുകൾ ഓരോരോ ലൈന് മാത്രമേ ഉണ്ടുള്ളൂ. അതുകൊണ്ട് അധിക സമയം നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് കൊടുക്കാൻ പാടില്ല. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പഠിക്കണം. അത് കഴിഞ്ഞ് ഈവനിങ് 5 to 7:30 നമ്മൾ ഞാൻ ഈ ബിസിനസ് സ്റ്റഡീസിനെ നൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കാരണം നല്ല പോലെ ബോറിംഗ് സബ്ജക്റ്റാണ് പഠിക്കാൻ. നന്നായി ഉറക്കം വരും നമുക്ക്. അപ്പോൾ ഉച്ചയ്ക്കും പകലുകളൊന്നും നമ്മളത് കൊടുക്കണില്ല, നൈറ്റിൽ കൊടുക്കുന്നു. അവിടെ 3 പാഠം പഠിക്കണം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, സ്റ്റാഫിങ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഇതിലെ സ്റ്റാഫിംഗ് ആണ് നല്ല വലിയ പാഠം. ഫിനാൻഷ്യൽ മാനേജ്മെന്റും ലെങ്ത് തന്നെയാണ്, പക്ഷെ ഇവിടെ ഫുള്ള് സെയിം ടോപ്പിക്കുകളാണ്. അതായത് നമുക്ക് ആൻസർ ഒക്കെ ഏകദേശം സെയിം ആണ്. ജസ്റ്റ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫിനാൻഷ്യൽ ലിവറേജ്. അത് സെയിം ടോപ്പിക്കാണ്. ആൻസറൊക്കെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെയിം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ദെൻ സ്റ്റാഫിംഗ് അങ്ങനെയല്ല, പ്രോസസ്സുകളുണ്ട്, ഡിഫറൻസുകളുണ്ട്, കുറച്ച് അത്യാവശ്യം പഠിക്കാണ്ട്. പ്രിൻസിപ്പിൾസിൽ നിങ്ങൾ വെറും 2 ടോപ്പിക്ക് പഠിച്ചാൽ മതി. പ്രിൻസിപ്പിൾസ് ഓഫ് മോഡേൺ മാനേജ്മെന്റ്, അതായത് ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾ, പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്, ദെൻ സയന്റിഫിക് ടെക്നിക്സിലെ ഫങ്ഷണൽ ഫോർമാറ്റ്. ഇത് 3 മാത്രം 2ാം പാഠത്തിൽ നിന്ന് പഠിച്ചാൽ മതി. ബാക്കിയുള്ള ടോപ്പിക്കുകളും ഇമ്പോർട്ടൻസും അതൊന്നും നിങ്ങളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. അതൊരു 7:30 വരെ 6-7 2.5 മണിക്കൂർ കൊണ്ട് കഴിയുമെന്ന് ചോദിച്ചാൽ കഴിയണം, മാക്സിമം കഴിയണം. പിന്നെ നൈറ്റ് ഷിഫ്റ്റിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ റിവിഷൻ അല്ല ചെയ്തത്. ഇന്ന് നമുക്ക് ഇംഗ്ലീഷും മലയാളം എടുത്ത് ലാസ്റ്റ് 2 യൂണിറ്റിൻ്റെ സമ്മറികൾ. ഇപ്പം ഇംഗ്ലീഷ് നിങ്ങൾക്ക് വേണമെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് ഇവിടെ ലൈവ് ക്ലാസ്സുകൾ കാണാം. നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സുകൾ കാണുകയൊക്കെ ചെയ്യാം. ഇംഗ്ലീഷ് മലയാളമൊക്കെ യൂട്യൂബ് ക്ലാസ് കണ്ടാലും മതി, നന്നായി മാർക്ക് കിട്ടും കേട്ടോ. ദെൻ അതിനുശേഷം നമ്മൾ ഡേ കഴിഞ്ഞ് ഫെബ്രുവരി 13-ാം തീയതിക്ക് എത്തിയിട്ട്, അപ്പോൾ 3ാമത്തെ ദിവസമായി നമ്മൾ പഠിക്കുന്നു. അപ്പോഴേക്കും നിങ്ങൾക്ക് വയ്യാതാവരുത്, നിങ്ങൾ ഉഷാറിൽ തന്നെ ഇരിക്കണം. മാക്സിമം നമ്മൾ എനിക്ക് പഠിച്ചേ പറ്റൂ എന്നുള്ള ഒരു ലെവലിൽ വേണം നമ്മൾ ഇരിക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ മോർണിംഗ് സെക്ഷനിൽ നമ്മുടെ മെയിൻ സബ്ജക്റ്റുകൾ അക്കൗണ്ടൻസി, അവിടെ 4ാമത്തെ പാഠം. ഇവിടെ ഈ ഒരു ദിവസത്തോടു കൂടി നമ്മൾ 4 പാർട്ട് 1 കഴിയുകയാണ്. AFS കുട്ടികൾ 1ാം പാഠം സ്റ്റാർട്ട് ചെയ്യുക. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസ് ഫസ്റ്റത്തെ 2 യൂണിറ്റ് പഠിക്കും. ഇവിടെ ഡിസൊല്യൂഷനിലെ പ്രോബ്ലം ആണ് മെയിൻ ആയിട്ട് നോക്കേണ്ടുള്ളൂ. പിന്നെ 2 ഡിഫറൻസും ജേർണൽസും മാത്രമേ ഉള്ളൂ. 4ാം പാഠം വേഗം കഴിയും നമുക്ക് പാർട്ട് 1 പഠിക്കാൻ. CA കുട്ടികൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിന് ഫസ്റ്റത്തെ 2 പാഠത്തിലെ കംപ്ലീറ്റ് തിയറി പഠിക്കുക. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അങ്ങനെയൊക്കെ പഠിക്കുക. AFS കുട്ടികൾ 1ാം പാഠത്തിലെ ജേർണൽ എൻട്രീസ് പഠിക്കുക. പ്രോബ്ലംസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ പാഠമാണ് കേട്ടോ. നമുക്കൊരു 9 o'clock വരെ ഒക്കെ ഇവിടെ നോക്കിയാൽ മതി. എന്നിട്ട് ബാക്കി സമയം ഇപ്പോൾ AFSകാരെ പോലെ അല്ല, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻകാർക്ക് അധികം, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിന് അത്ര അധികമൊന്നും സമയം വേണ്ടി വരില്ല ഇത് പഠിക്കാനും തിയറി പഠിക്കാം. അപ്പോൾ അവർ അടുത്ത സബ്ജക്റ്റ് എടുക്കാം. 9:30 നമ്മൾ പിന്നെയും എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ മൈക്രോയിലെ 4, 5, 1, മാക്രോയിലെ 1. അപ്പോൾ ഇവിടെ നിങ്ങൾ 4 ചാപ്റ്റേഴ്സ് കവർ ചെയ്യണം. ഇപ്പൊ തന്നെ ഇത് കേൾക്കും, നടന്നത് തന്നെ എന്ന് പറയുന്നുണ്ടാവും അല്ലെ. പക്ഷെ ഇത് നടക്കും. കാരണം എന്താണെന്നറിയോ, നമുക്ക് കർവ്, പ്രോബ്ലംസ്, തിയറീസ് പഠിക്കുമ്പോൾ മൈക്രോയിലും മാക്രോയിലും നമുക്ക് 2 കുഞ്ഞു പാഠങ്ങളാണ്, വളരെ ചെറിയ പാഠമാണ്. 2-ൽ ഒരു 3-4 ടോപ്പിക്ക് പഠിക്കുകയുള്ളൂ. നമ്മളെ ക്രാഷ് ബാച്ചിലെ കുട്ടികൾക്ക് നന്നായി അറിയുന്നുണ്ടാവും. മൈക്രോയിലെ 4ാം പാഠം മാത്രമാണ് ചെറിയൊരു വലിപ്പം. ഈ 5ാം പാഠമൊക്കെ ചെറുതാണ്. 3 ടോപ്പിക്കാണ് അവിടെ പഠിക്കേണ്ടുള്ളൂ. ജസ്റ്റ് 3 ടോപ്പിക്ക്. ഇക്വിലിബ്രിയം എന്താണ്, പ്രൈസ് ഫ്ലോർ, പ്രൈസ് സീലിംഗ്, അത്രേ ഉള്ളൂ. അതിന്റെ കർവും. പിന്നെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അത് നമുക്കൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മിസ് പ്രോബ്ലം വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നത്തെ, അത് കണ്ടു കഴിഞ്ഞാൽ അതും കഴിഞ്ഞു. അപ്പോൾ ഈ 3 പാഠം പഠിക്കാൻ തന്നെ 1 മണിക്കൂർ മതി. ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് മൊത്തം 4ാം പാഠത്തിന് കൊടുക്കാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ പാഠമാണ്. അപ്പോൾ 4 ചാപ്റ്റേഴ്സ് എക്കണോമിക്സ് കഴിഞ്ഞിരിക്കണം. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തുടങ്ങുന്നു. 10, 11, 1, അതായത് ഡാറ്റാ ടൈപ്സ്, ക്രൈംസ്, ERPയുടെ ഒക്കെ ഒരു തിയറി പാഠമാണ്. എന്നിട്ട് തിരിച്ച് നമ്മൾ 1ാം പാഠത്തിലേക്ക് വരാം. ഈവനിങ് സെക്ഷനിലെ ബിസിനസ് സ്റ്റഡീസ് മിസ് ഇട്ടിരിക്കുന്നത് കണ്ടോ, 1, 3, 5, 4 അഗെയിൻ 4 പാഠം. ഇതിലെ 1ാം പാഠം കുറച്ച് ലെങ്ത്താണ്. 3ാം പാഠത്തിൽ ഒരേ ഒരു ടോപ്പിക് ഉള്ളൂ, ബിസിനസ് എൻവയോൺമെന്റ് ഡയമെൻഷൻസ്. 5 ടോപ്പിക്ക്. പിന്നെ LPG എന്താന്നുള്ളത്. 5ാം പാഠത്തിൽ കുറച്ച് ഡിഫറൻസസുകൾ മാത്രമാണ് കൂടുതൽ. 4ാം പാഠം ചെറുതാണ്. പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസും പ്രോസസ്സുകളും ടൈപ്സും പഠിച്ചു കഴിഞ്ഞാൽ ആ പാഠം കഴിഞ്ഞു. അപ്പൊ 4 പാഠം എന്ന് പറഞ്ഞാലും മൊത്തം ഒരു 10-12 ടോപ്പിക്കേ പഠിക്കുള്ളൂ. അങ്ങനെ പഠിക്കുക. അല്ലാതെ എല്ലാം വലിച്ചു വാരി പഠിച്ചിട്ടുണ്ടെങ്കിൽ സമയവും കഴിയില്ല, ഒരു പാഠവും നീങ്ങില്ല, ഒരു പേജും നീങ്ങില്ല. ഇന്ന് നമ്മൾ കംപ്ലീറ്റ് റിവിഷനാണ് ചെയ്യുന്നത്. അതായത് ഞാൻ അന്നത്തെ ദിവസം എന്തൊക്കെ പഠിച്ചു എന്നുള്ള ആ റിവിഷനാണ് നമ്മൾ ഇന്ന് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഫെബ്രുവരി 14ലേക്ക് എത്തി. ഫെബ്രുവരി 14ലേക്ക് എത്തിയപ്പോൾ 4ാമത്തെ ദിവസമായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ 4ാമത്തെ ദിവസത്തിൽ നമ്മൾ ഏകദേശം 4 ദിവസത്തിൽ നമ്മൾ എല്ലാ പാഠവും കവർ ചെയ്ത് കഴിഞ്ഞു. ഏകദേശം കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇതിലെ ഈ ഒരു ദിവസത്തെ എത്തുമ്പോഴേക്കും നമ്മളിപ്പോൾ അക്കൗണ്ടൻസിയിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇപ്പോൾ AFS കുട്ടികളും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസും ആയിരിക്കും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ സബ്ജക്റ്റുകളിൽ 3, 4, 5 ഇവിടെ 2, 3, 4 പാഠങ്ങൾ പഠിക്കാം.
ദെൻ ഇവിടെ AFS കുട്ടികൾ പഠിക്കേണ്ടത് കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ്, കോമൺ സ്റ്റേറ്റ്, കോമൺ സൈസ്, ഡിബഞ്ചറിന്റെ ജേർണൽ എൻട്രീസ്, പിന്നെ എല്ലാത്തിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്ത് ഫോർമാറ്റ് ആണെന്നറിയോ? നമ്മള് അതായത് ഇപ്പൊ കമ്പാരറ്റീവ്, കോമൺ സൈസ്, പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒക്കെ ഫോർമാറ്റുകൾ ഉണ്ട്, ഇൻക്ലൂഡിങ് അതിൻ്റെ ഉള്ള കണ്ടന്റ്, അതാണ് പറയണത്. പിന്നെ നമ്മൾ രണ്ടാമത്തെ സെക്ഷനിൽ എക്കണോമിക്സിലെ മാക്രോയില് 4, 5 പഠിക്കണം. ഇപ്പൊ നമ്മൾ മൈക്രോ എഴുതാൻ കഴിഞ്ഞു, മാക്രോ സെക്ഷനിൽ എത്തിയിട്ട് അവിടെ പഠിക്കുന്നത് 4, 5. 2, 3 നമ്മൾ ആദ്യം പഠിച്ചതാണ്, 1 ഒക്കെ കേട്ടോ. 4, 5 പഠിക്കാം. ന്യൂൺ സെക്ഷനിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നമ്മുടെ ചാപ്റ്ററിൽ പഠിക്കാത്ത 2 പാടുണ്ട്, 2ാം പാഠം 3ാം പാഠം. അവിടെ C++ന്റെ ഫണ്ടമെന്റൽ ഫങ്ഷൻസും കാര്യങ്ങളും മാത്രം പഠിച്ചാൽ മതി, ഓവറായിട്ട് നോക്കണ്ട. പിന്നെ ഈവനിങ് സെക്ഷനിൽ ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് ഒരേ ഒരു പാടാണ് നമുക്ക് ഇനി പെൻഡിങ് ഉള്ളൂ, അത് 7ാം പാടാണ്. ആ പെൻഡിങ് ഉള്ള പാടെന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് ആണ്. അത്യാവശ്യം നല്ല ലെങ്തി പാടാണ്. അപ്പൊ ഈ ഒരു പാഠം മാത്രമാണുള്ളത്. ഇതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഏകദേശം ഒരു 3-3.5 മണിക്കൂറോളം ആ ഒരു സബ്ജക്റ്റിന് കൊടുത്തിട്ടുണ്ട്, ആ ഒരു ചാപ്റ്ററിന്. അത്രയും സമയം കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള സമയം നിങ്ങൾ PYQ സെക്ഷൻ നോക്കുക. PYQ എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, എബൌട്ട് ഒരു 5 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവിടെ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഇന്ന് നമ്മൾ നൈറ്റ് സെക്ഷൻ ചെയ്യണത് ഇംഗ്ലീഷിന്റെ എല്ലാ പാഠത്തിന്റെയും സമ്മറി കാണലാണ്. അതായത് 9 മണി മുതൽ 11 വരെ നിങ്ങൾ കംപ്ലീറ്റ് ക്ലാസ്സുകൾ, അതായത് യൂട്യൂബ് ക്ലാസ്സസിൽ ഒരുപാട് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമ്മുടെ എഡ്യൂവാലറ്റിന്റെ ക്ലാസ്സുകളും ഇഷ്ടമാതിരി ഉണ്ട്. അതിലെല്ലാ സമ്മറീസും നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇംഗ്ലീഷിലെല്ലാം കാണാം. എന്നിട്ട് നമ്മൾ 15-ാം തീയതിയിലേക്ക് വരുമ്പോൾ അക്കൗണ്ടൻസി ഒഴികെ ബാക്കി എല്ലാം നമ്മൾ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻസ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, മിസ് നിങ്ങൾ മുന്നേ പഠിച്ചത് ഓർമ്മയുണ്ടാവില്ലല്ലോ, ടെൻഷൻ, അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ അതാത് ഡേയ്സിൽ പറഞ്ഞ ടോപ്പിക്കുകൾ പഠിച്ചോ, അത് നിങ്ങൾ പഠിക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് PYQ സെക്ഷനാണ്. PYQ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ അക്കൗണ്ടൻസി മാത്രമാണ് AFS കുട്ടികൾക്ക് 5ാം പാഠം 6ാം പാഠം കഴിയാതിരിക്കുന്നുണ്ടാവുക. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ഒക്കെ PYQ സെക്ഷൻ നോക്കിയാൽ മതി. ബാക്കി എക്കണോമിക്സ് PYQ ആണ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ PYQ, ബിസിനസ് ഇതൊക്കെ ഓരോന്നും. ഇപ്പൊ നമ്മൾ ബിസിനസ് സ്റ്റഡീസിലൊക്കെ ഏതെങ്കിലും സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ പോർഷൻസ് നോക്കുക, അതൊക്കെ റിവൈസ് ചെയ്യണം. ദെൻ നൈറ്റ് വരെ നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി. നൈറ്റ് സെക്ഷനിൽ നിങ്ങൾ മലയാളം ലാംഗ്വേജ്, ഇപ്പൊ ഹിന്ദി ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ, നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണോ അതിന്റെ ഓൾ സമ്മറീസും ഇംഗ്ലീഷിന്റെ PYQ ക്ലാസ്സസും ആണ് കാണേണ്ടത്. നമ്മൾ ലാംഗ്വേജ് ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്കൊരു റിലീഫ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ നമ്മുടെ കോർ സബ്ജക്റ്റുകൾ മാത്രം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല പോലെ ഒരു മടുപ്പ് തോന്നും, പ്രത്യേകിച്ച് 3-4 ദിവസം അടുപ്പിച്ചിട്ടെന്ന് പറയുമ്പോൾ. അപ്പം 15-ാം തീയതി വരെയാണ് ശരിക്കും മിസ് സ്റ്റഡി പ്ലാൻ ഇട്ടിട്ടുള്ളൂ. 11, 12, 13, 14, 5 5 ഡേയ്സ് ആണ്. 5 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ. അതിൽ 5ാമത്തെ ദിവസം ഫുള്ള് നമ്മൾ റിവിഷനാണ്. ദെൻ 16-ാം തീയതി 17-ാം തീയതി നിങ്ങൾക്ക് 17-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്, 18-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഉള്ള ബാലൻസ് ഉള്ള റിമൈനിങ് 2 ഡേയ്സ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫസ്റ്റത്തെ എക്സാമിന്റെ പ്രിപ്പറേഷൻ ആണ്. ഇനി നമ്മൾ മുന്നേ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് വൈസ് ആണ്, PYQ സെക്ഷൻ ആണ്. ഒരുപാട് മാർക്കുകൾ ഏതൊക്കെ ടോപ്പിക്കാണ് അതാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഒരു പാഠം പഠിക്കാതിരിക്കുമ്പോൾ 8 മാർക്കിന്റെ ഏത് ടോപ്പിക്കാണ് മുന്നേ ചോദിച്ചിട്ടുള്ളത് നോക്കുക, അത് പഠിക്കുക. അത് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. ലാസ്റ്റത്തെ ഒരു 4-5 ദിവസം കൊണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. കാരണം എല്ലാ കുട്ടികളും എല്ലാവരും ഇൻക്ലൂഡിങ് ഫുൾ മാർക്ക് വാങ്ങുന്ന നിങ്ങളുടെ മൈൻഡിലുള്ളവരായാലും ജസ്റ്റ് പാസ് വാങ്ങുന്നവരാണെങ്കിലും ലാസ്റ്റ് ഡേയ്സിലാണ് അവരുടെ മെയിൻ പ്രിപ്പറേഷൻ. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാണ് കൂടുതൽ വാല്യൂ ഉള്ളത്. അപ്പൊ ഈ സമയത്ത് നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് എങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ അതൊക്കെ നോക്കുക. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ മോഡൽ എക്സാം എല്ലാം കഴിഞ്ഞ് ആഫ്റ്റർ മോഡൽ എക്സാം കേട്ടോ, മോഡൽ എക്സാം കഴിഞ്ഞിട്ട് നമ്മളൊരു ബാച്ച് തുടങ്ങുന്നുണ്ട്. ആ ബാച്ചിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു 10 ഡേയ്സ് 10 ദിവസം ഉള്ളൂ. ആ 10 ദിവസത്തിൽ നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് എക്സാമിന് വരും എന്നുറപ്പുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രം വിത്ത് ആൻസർ. ക്വസ്റ്റ്യൻ ഏതാണ് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞവർക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവാതെ നിൽക്കുന്ന സ്റ്റുഡൻസിനുണ്ട്. അപ്പൊ ഏതാണ് ആ ക്വസ്റ്റ്യൻ ഏതാണ് ആ ആൻസർ എന്ന് മാത്രമാണ് ആ 10 ദിവസം പഠിപ്പിക്കുക. ഒപ്പം നമ്മളെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് അതിന്റെ ആൻസറും പറഞ്ഞു. നിങ്ങൾ എക്സാം എഴുതിയത് എങ്ങനെയെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. സ്കൂൾ വൈസ് ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ മോഡൽ എക്സാമിന്റെ ചിലപ്പോൾ ആൻസർ കീ ഒക്കെ പബ്ലിഷ് ചെയ്യുമായിരിക്കാം, പക്ഷെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഒന്നും അവർ ശരിക്കും നോക്കി തരില്ല. നമ്മൾ അങ്ങോട്ട് പറഞ്ഞ ഇല്ലാത്ത സ്കൂളുകളില്ല, അങ്ങനെയല്ല പറഞ്ഞത്. അതായത് ഇപ്പോൾ നമ്മൾ 10 സ്കൂൾ എടുത്താൽ ഒരു 5 സ്കൂൾ
സ്കൂളുകളൊക്കെയാണ് മോഡൽ എക്സാമിന്റെ എല്ലാം ചെക്ക് ചെയ്തിട്ട് കുട്ടികൾക്ക് മാർക്കൊക്കെ പറഞ്ഞെടുത്തിട്ട് ആൻസർ ഒക്കെ പറഞ്ഞ് എങ്ങനെ ചെയ്യണമെന്ന് പറയുള്ളൂ. ബാക്കിയുള്ള സ്കൂളുകളിലൊന്നും മോഡൽ എക്സാമിന് മാത്രം എഴുതി ഹോൾ ടിക്കറ്റ് വാങ്ങി തിരിച്ചു പോകുന്നവരാണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിപ്പിക്കും. ഓൺലി ഷുവർ ക്വസ്റ്റ്യൻസ്, അല്ലാണ്ട് ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻസും അരിച്ചു പെറുക്കിയല്ല. നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ഉറപ്പുള്ള ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങൾ മാത്രം നമ്മൾ പഠിപ്പിക്കും. 3 സബ്ജക്റ്റിന് 1000 rupees ആണ്. ഓൾ ചാപ്റ്റർ ഇതിൽ എല്ലാ പാഠവും അല്ല പഠിപ്പിക്കുന്ന കേട്ടാ, എല്ലാ പാഠത്തിൽ നിന്നും എക്സാമിന് വരുന്ന എല്ലാ ചാപ്റ്റേഴ്സും നോക്കി ഷുവർ ആണ് ഈ ക്വസ്റ്റ്യൻ വരും. നമുക്ക് ഡെയിലി ക്ലാസ് ഉണ്ടാവും. 10 ദിവസം 3 സബ്ജക്റ്റ്, അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ് 3ഉം കൂടിയിട്ട് 1000 rupees ആണ്. ഓക്കെ. ഇനി AFS കുട്ടികൾക്ക് സെപ്പറേറ്റ് ഒരു ക്ലാസ് വെക്കുന്നുണ്ട്, അത് 250 rupees ആണ്. അതായത് ഈ 10 ദിവസത്തിൽ തന്നെ AFS കുട്ടികൾക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ AFS മാത്രം. നമ്മളപ്പോൾ ഇവിടെ പറഞ്ഞ അക്കൗണ്ടൻസിയിൽ നമ്മളെ പാർട്ട് 1 സെക്ഷൻ മാത്രമാണ് ഉണ്ടാവുക. കാരണം എല്ലാവർക്കും യൂസ്ഡ് ആവുന്നത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കുട്ടികൾക്ക് ജസ്റ്റ് അവർക്ക് തിയറി മാത്രം മതിയല്ലോ, അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല അവരുടെ കാര്യം. സോ ഇങ്ങനൊരു കാര്യം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓക്കെ ആണ് വേണമെന്നുണ്ടെങ്കിലും മിസ്സിന്റെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്പർ മിസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാക്കും. മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് ടോപ്പിക്കുകൾ ഈ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് കാണുന്നവരും അല്ലാത്തവരും ഉണ്ടാവും. അറിയാത്തവരും നിങ്ങൾ മോഡൽ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം വിഷമിക്കുക, അതായത് എനിക്കറിയില്ല, അയ്യോ എനിക്ക് ഇത് ഇത്രയേ ഉള്ളൂ എന്ന് വിഷമിക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വേണ്ടവർ ഒന്ന് മെസ്സേജ് അയച്ചിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മിസ് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് പഠിക്കാൻ തുടങ്ങാം. ഒരു 4-5 ദിവസം കഷ്ടപ്പെടുക, മോഡൽ എക്സാം എഴുതാം. മോഡൽ എക്സാമിന് ശേഷം നമുക്ക് ഫൈനലിൽ നോക്കാം. അപ്പോൾ ഇനി ഇങ്ങനെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. സോ ഈ രീതിയിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്പർ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ എവ്രിവൺ, താങ്ക് യു സോ മച്ച്.